നമസ്കാരം. അതീവ ഗുരുതരവും ദുഃഖമേറിയതുമായ ഒരു വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയുടെ പ്രതീക്ഷ എന്നത് ഭാവി തലമുറയാണ്. ഇന്ത്യ എന്നതല്ല, ലോകത്തിലെ ഏത് രാജ്യത്തിന്റെയും പ്രതീക്ഷ എന്നുള്ളത് യുവജനങ്ങൾ തന്നെയാണ്. ആ യുവജനങ്ങൾ കാണിക്കുന്ന കോപ്രായങ്ങൾ, ഗുണ്ടാപ്പണിയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ആലപ്പുഴയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. സർക്കാർ സ്കൂളിലേക്ക് തോക്കുമായി എത്തിയിരിക്കുകയാണ് ഒരു +1 വിദ്യാർത്ഥി. തോക്കുമായി എത്തിയത് മാത്രമല്ല, സഹപാഠിക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തു. ആലപ്പുഴയിലാണ് സംഭവം നടന്നത്. +1 വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെയാണ് സംഭവം നടന്നത്. നഗരത്തിലെ സർക്കാർ സ്കൂളിന് മുന്നിലെ റോഡരികിൽ ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. നിസ്സാര വഴക്കിനെ തുടർന്നുണ്ടായ സംഘർഷണമാണ് വെടിവെപ്പിൽ എത്തിയത്. സ്കൂളിലെ +1 വിദ്യാർത്ഥി സഹപാഠിക്ക് നേരെ വെടി ഉതിർക്കുകയായിരുന്നു. ആക്രമണത്തിൽ ആർക്കും സാരമായ പരിക്കില്ല. വിദ്യാർത്ഥികൾ തമ്മിൽ സ്കൂൾ വളപ്പിൽ അസഭ്യം പറഞ്ഞതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അടിപിടിയിലേക്ക് എത്തിയത്. പിന്നീട് ഉച്ചഭക്ഷണ സമയത്ത് സ്കൂളിന് പുറത്തു വെച്ചാണ് വെടിവെപ്പ് നടന്നത്. സംഭവത്തിൽ സ്കൂളിലെ അധ്യാപകർ പരാതി നൽകിയതിനെ തുടർന്ന് ബുധനാഴ്ച ആലപ്പുഴ സൗത്ത് പോലീസ് വെടിയേറ്റ വിദ്യാർത്ഥിയുടെ മൊഴിയെടുക്കുകയായിരുന്നു. തുടർന്ന് വെടിവെച്ച വിദ്യാർത്ഥിയുടെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ എയർ ഗണ്ണും കത്തിയും കണ്ടെടുത്തു. വേറെ 2 വിദ്യാർത്ഥികളും സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 3 പേർക്കും പ്രായപൂർത്തി ആവാത്തതിനാൽ പോലീസ് ജുവനൈൽ കോടതിക്ക് റിപ്പോർട്ട് നൽകി. കുട്ടികൾ ജുവനൈൽ കോടതിയിൽ ഹാജരാകണം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. കത്തിക്കുത്ത്, വെടിവെപ്പ്, ഇതൊക്കെ ഒരു സ്കൂൾ വിദ്യാർത്ഥികളാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. നമ്മുടെ ഇന്ത്യയുടെ ഭാവി യുവജനങ്ങളിലാണ് എന്നുള്ള കാര്യം പലരും മറന്നുപോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നടക്കുന്നത്. SAG, the ultimate entertainment destination. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.